താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും ഇന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പത്രം തന്നെ, മുഖപത്രം തന്നെ അനുകൂലിച്ച് മുഖപ്രസംഗം എഴുതുന്നു. അതിനെ തള്ളിക്കളഞ്ഞു KPCC അധ്യക്ഷൻ, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇപ്പോഴും രാഹുലിനെ ന്യായീകരിക്കാൻ നേതാക്കളുണ്ട് കോൺഗ്രസിൽ. നമസ്കാരം. നമസ്കാരം. ന്യൂസ് 18 ഞാൻ ചാനൽ കോൺഗ്രസിന്റെ നാട്ടിലെ അടങ്ങുന്ന തീരുമാനം എടുത്തിട്ടുണ്ട് സർ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല ശ്രീ ബാലകൃഷ്ണൻ. അല്ല സർ, ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തു. ഇന്നലെയും ഇന്നുമൊക്കെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടതല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട വല്ല വിഷയം ഇന്ന് വന്നായിരുന്നെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ബാലകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല സർ, ഞാൻ ചോദിച്ചത് ഇന്നലെ അദ്ദേഹത്തിന് ചർച്ച ചെയ്തു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹം ഒളിവിലാണുള്ളത്. ഇനി ഒളിവിലോ വല്ല പെൺകുട്ടിയെ കൂട്ടി ഊട്ടിപ്പോയോന്നറിയില്ല, അത് മറ്റൊരു വിഷയം. പക്ഷെ സാറിന്റെ ചാനലിന് ഒരു ഉദ്ദേശം, ന്യൂസ് 18 ചാനലിന് ഈ കോൺഗ്രസിന്റെ ഈ വിഷയം ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ അറപ്പാണ് സർ. ഇതെന്തെന്നാ ഈ പറയുന്നത്? ഒരു MLA പെണ്ണ് പിടിച്ച കേസിന് വിവിധ നേതാക്കൾ നിന്ന് തമ്മിലടിക്കുക അവിടെ കേരളത്തിൽ കോൺഗ്രസ്. എന്തെന്നാ സ്ഥിതി? മുൻ KPCC പറഞ്ഞത് തിരുത്തി മുഴുവൻ വിഴുങ്ങി. അല്പമെങ്കിലും സത്യം പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താന്റെ മയക്കെട്ടുകാരുവാ. ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നു പറയുന്നത് കേട്ടു, പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടത്. ഇത്രയും നാൾ ഈ കേസ് കേടുപോൽ സർ എവിടെയായിരുന്നു? ഹരിയാനയിൽ പോസ്റ്റൽ വോട്ട് എണ്ണി അധികാരത്തിൽ വരുമെന്ന് തോന്നിയപ്പോൾ അവിടത്തേക്ക് പ്ലേറ്റുകാരോ നോക്കിയ ഇദ്ദേഹം എവിടെയാണുള്ളത്? കർണാടകത്തിലും ഇവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഞങ്ങളുടെ വീടുകളിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന പ്രശ്നമുണ്ട് സാർ. കാരണം എന്തെന്നാണ് ഈ സംസാരിക്കുന്നത്? ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു യുവാവ്, നാളത്തെ ഭാവി തലമുറക്ക് അവരെ നയിക്കേണ്ട ഒരു വ്യക്തി ഈ രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് ഈ ജനങ്ങളുടെ നികുതി പണവും വാങ്ങി ആ കാറിൽ ഉല്ലസിച്ച് നടന്നിട്ട് എന്നിട്ട് ഇവർ ന്യായീകരിക്കാൻ വേണം. ഈ കോൺഗ്രസിന് തീരെ ഉളുപ്പില്ലേ? എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഈ കോൺഗ്രസ് നേതാവ് എവിടെ? കേസി ആണല്ലോ രാജാവ്, അദ്ദേഹം എവിടെ? ഇവിടെയും കർണാടകത്തിലും ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ ഹരിയാനയിൽ പോസ്റ്റൽ വോട്ടിൽ അല്പം മുന്നിൽ നിന്നപ്പോൾ അദ്ദേഹം പ്ലെയിൻ കയറാൻ നോക്കിയത് അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ. അദ്ദേഹം എവിടെ? കേരളത്തിൽ അദ്ദേഹമാണ് ഈ കോൺഗ്രസ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹൈക്കമാൻഡിനെ ഒരു PCCയും അംഗീകരിക്കില്ല. മെനഞ്ഞാന്നും പറഞ്ഞില്ലേ, ഒരു PCC കമ്മിറ്റിയും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റു പ്രശ്നമുണ്ട്. സന്തോഷാണ് കാസർഗോഡ്.